അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. സംസ്ഥാന സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദ്യം. വളരെ മികച്ചതെന്ന് 3.2%, മികച്ചതെന്ന് 17%. ടോട്ടൽ 20.2% പേർ പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവെക്കുമ്പോൾ മോശം 20.3%. 45.6. അങ്ങനെ വരുമ്പോൾ 45.6% പേർ സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഉണ്ട് കേട്ടോ. സ്ട്രോങ് ആന്റി ഇൻകംബൻസി. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം മാവേലിക്കരയിൽ വളരെ ചർച്ചയായ മണ്ഡലം അതാണ്. വിലക്കയറ്റം 20% ചർച്ചയായി, തൊഴിലില്ലായ്മ 11% ചർച്ചയായി. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സർക്കാർ മോശം എന്ന് പറയുന്ന 45.6%വുമാണ് എങ്കിൽ നിശ്ചയമായും മാവേലിക്കര മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. ചേർത്ത് വെക്കേണ്ട അടുത്ത ചോദ്യം, ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് വളരെ അപകടകരമായ കണക്കാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് 6.6% പേര്, ഒരുപോലെ എന്ന് പറയുന്നത് 26.5% പേര്. രണ്ടും കൂടി ചേരുമ്പോൾ 33.1% പേര് ഏറെക്കുറെ അനുകൂലമായി ചിന്തിക്കുമ്പോൾ നേരെ ഇരട്ടിയാണ്. 33% പേര് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിൽ എത്തുമ്പോൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ 66% പേര് ഈ സർക്കാർ മോശമായി എന്ന് പറയുന്നു. സ്ട്രോങ് ആന്റി ഇൻകംബൻസി. 3 മന്ത്രിമാർക്കെതിരായ വികാരം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതെ, അത് കെ ബി ഗണേഷ് കുമാർ ഇപ്പൊ വന്ന മന്ത്രിയാണെങ്കിൽ കൂടിയും, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, കൊട്ടാരക്കരയിൽ നിന്ന് കെ എൻ ബാലഗോപാൽ, ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ അടുത്ത മന്ത്രിയായതാണ്. 3 മന്ത്രിമാരുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ സ്ട്രോങ് ആന്റി ഇൻകംബൻസി. ധനമന്ത്രി പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ള പ്രത്യേക ആലോചിക്കേണ്ടത് അതാണ്. അതുകൊണ്ട് വിലക്കയറ്റമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഒരുപക്ഷെ പറയുന്നത് കൊട്ടാരക്കര കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. സജി ചെറിയാൻ്റെത് പ്രതികരണങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന അഭിപ്രായങ്ങളായിരിക്കും. അതെ.